നമുക്ക് ഇന്ന് ഈ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബാൻഡാന ചെയ്യാം. എക്സാക്റ്റ് കളർ കിട്ടാത്തതുകൊണ്ട് വൈറ്റ് കളർ യാണ് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബ്ലൂ ആൻഡ് വൈറ്റ് കോട്ടൺ യാൺ വിത്ത് 3.5 mm ഹൂക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതുപോലൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ചെയിൻ 5 ചെയ്ത് കൊടുക്കാം. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലായിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു റിങ് കിട്ടും. അഗെയിൻ 3 ചെയിൻസ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതുപോലെ 4 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്ത ഈ 3 ചെയിൻസിനെ 1 ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ടോട്ടൽ 5 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 4 ഡബിൾ ക്രോഷ്യേസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് 2 ചെയിൻസ് ചെയ്ത് കൊടുക്കാം. അഗെയിൻ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ചെയിൻ ചെയ്തിട്ടുള്ള പോർഷനാണ് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ മിഡിൽ പോർഷൻ. ഇപ്പോൾ നമ്മൾ ബാൻഡാനൻ്റെ ബേസ് ആയിട്ടുള്ള ട്രയാങ്കിൾ ചെയ്തു. ഇനി നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ 3 ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യേസ് ആണ് ഇപ്പോൾ ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ ബേസ് ആയിട്ടുള്ള ട്രയാങ്കിളിലെ മിഡിൽ പോർഷൻ വരെയുള്ള ഓരോ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മിഡിൽ പോർഷൻ വരെയുള്ള ഓരോ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. ഇനി മിഡിൽ പോർഷനിലായിട്ട് 2 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. ഇനി ചെയിൻ 2 ചെയ്ത് മിഡിൽ പോർഷനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് വരെ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ഓരോ സ്റ്റിച്ചിലും ചെയ്യണം. ഇനി ഇതുപോലെ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലായിട്ട് 3 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. ഇനി വൈറ്റ് കളർ യാൺ കട്ട് ചെയ്തിട്ട് ബ്ലൂ കളർ യാൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബ്ലൂ കളർ യാണിൽ ഇതുപോലെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ട്രയാങ്കിളുമായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് 1 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അഗെയിൻ പ്രീവിയസ് റൗണ്ടിലെ പോലെ തന്നെ 3 ചെയിൻസ് ചെയ്ത് സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം.
ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിലായിട്ട് 1 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ട്രയാങ്കിളിൻ്റെ മിഡിൽ പോർഷൻ വരെ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മിഡിൽ പോർഷൻ വരെ ചെയ്തു. ഇനി ചെയിൻ 1 ചെയ്ത് മിഡിൽ പോർഷനിലായിട്ട് 1 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ദെൻ ചെയിൻ 2 ചെയ്ത് 1 ഡബിൾ ക്രോഷ്യ കൂടെ മിഡിൽ പോർഷനിൽ ചെയ്യാം. അടുത്തതായിട്ട് ചെയിൻ 1 ചെയ്ത് ലാസ്റ്റ് സ്റ്റിച്ച് വരെ ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് സൈഡ് ചെയ്തത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിലായിട്ട് 3 ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യുന്നത്. ഈ സെയിം പാറ്റേൺ തന്നെയാണ് നെക്സ്റ്റ് 3 റൗണ്ട്സിലും കണ്ടിന്യൂ ചെയ്യുന്നത്. അഗെയിൻ വൈറ്റ് കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് പ്രീവിയസ് റൗണ്ട്സിൽ ചെയ്തതുപോലെ ചെയിൻ 3 ചെയ്ത് സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യേഴ്സും കൂടെ ചെയ്ത് കൊടുക്കാം. ദെൻ മിഡിൽ പോർഷൻ വരെയുള്ള ഓരോ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. ട്രയാങ്കിളിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് ചെയിൻ 2 ചെയ്ത് അഗെയിൻ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് സൈഡ് ചെയ്ത പോലെ തന്നെയാണ് സെക്കൻഡ് സൈഡിലും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള ഈ 2 പാറ്റേൺ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ റൗണ്ട്സിലും കണ്ടിന്യൂ ചെയ്യുന്നത്. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 14 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തതാണിത്. ഇനി നമ്മൾ ട്രയാങ്കിളിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ബേസിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് ഓരോ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ വീണ്ടും ബ്ലൂ കളർ yarn അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതാണ് നമ്മളെ ബാൻഡാനൻ്റെ സൈസ്. ഇനി ബോർഡറിലായിട്ട് ഒരു സ്കാലപ്പ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനായി ചെയിൻ 1 ചെയ്ത് ഇതുപോലെ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഈ കാണുന്ന ഫസ്റ്റ് സ്പേസിലായിട്ട് 5 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്പേസിലും 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് തൊട്ടടുത്ത സ്റ്റിച്ചിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ബാൻഡാനൻ്റെ ബോർഡർ മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുക്കാം. സ്കാലപ്പ് ഡിസൈൻ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടൈ ചെയ്യാനുള്ള ടെയിൽ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ചെയിൻസ് ചെയ്ത് കൊടുക്കാം. ടെയിലിന് എത്ര ലെങ്ത് വേണോ അത്രയും ചെയിൻസ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് സ്റ്റിച്ച് തൊട്ട് ടെയിലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. മൊത്തം ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ബാൻഡാനൻ്റെ ബേസിലെത്തുമ്പോൾ ഒന്ന് ടേൺ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് ഇതുപോലെ ഓരോ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് ടെയിൽ ചെയ്യാം. ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.